നമസ്കാരം. ഗായികയായും നടിയായും ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ അപൂർവം കലാകാരികളിൽ ഒരാളാണ് ആൻഡ്രിയ ജെറമിയ. അന്നയും റസൂലും എന്ന സിനിമയിലൂടെ മലയാളികൾക്കും പ്രിയങ്കരിയായി മാറിയ ആൻഡ്രിയയുടെ രണ്ട് വമ്പൻ ചിത്രങ്ങളാണ് ഇപ്പോൾ റിലീസിന് തയ്യാറായിട്ടും മുടങ്ങിക്കിടക്കുന്നത്. മിഷ്കിന്റെ പിശാച് 2-ഉം വെട്രിമാരൻ പ്രസന്റ് ചെയ്ത മനുഷ്യയും ഈ സിനിമകൾ വായിക്കുന്നതിനെ കുറിച്ച് ആൻഡ്രിയ തന്റെ മനസ്സ് തുറന്നിരിക്കുകയാണ്. അതിന് ഒരു ഉത്തരവുമില്ല. തിയേറ്ററുകളിൽ ആരെങ്കിലും സഹായിക്കേണ്ടതുണ്ട് എന്ന് ആൻഡ്രിയ പറയുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് എന്ന് നമുക്ക് നോക്കാം. മിഷ്കിൻ സംവിധാനം ചെയ്യുന്ന പിശാച് 2-വിലെ ഷൂട്ടിംഗ് വളരെ കാലം മുൻപേ പൂർത്തിയായതാണ്. ആൻഡ്രിയ, വിജയ് സേതുപതി, പൂർണ്ണ, സന്തോഷ് പ്രതാപ് തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. മിഷ്കിൻ തന്നെയാണ് സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. കാർത്തിക് രാജയാണ് സംഗീതം. മിഷ്കിന്റെ മുൻകാല ചിത്രങ്ങളെപ്പോലെ തന്നെ ഇതും ഒരു വിഷ്വൽ മിസ്റ്ററി ആയിരിക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ റിലീസ് മാത്രം വൈകുകയാണ്. എൻ ഗോപി നായനാർ സംവിധാനം ചെയ്യുന്ന മനുഷ്യ ഒരു സോഷ്യൽ ഡ്രാമയാണ്. ഈ സിനിമയ്ക്ക് ഇതുവരെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. വെട്രിമാരൻ പ്രസന്റ് ചെയ്യുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ആരെങ്കിലും മുന്നോട്ട് വരണമെന്നാണ് ആൻഡ്രിയയുടെ ആഗ്രഹം. റുഹാനി ശർമ്മ, ചാർലി, ബാല ശരവണൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മലയാളികൾ ആൻഡ്രിയയെ ഏറ്റെടുത്തത് അന്നയും റസൂലും എന്ന സിനിമയിലൂടെയാണ്. അന്ന എന്ന കഥാപാത്രം ആൻഡ്രിയയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ്. തുടർച്ചയായി വ്യത്യസ്ത ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കയാദു ലോഹർ പറഞ്ഞതുപോലെ തന്നെ ആൻഡ്രിയയും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഈ കഠിനാധ്വാനത്തിന് മുമ്പിൽ ഇത്തരം റിലീസ് തടസ്സങ്ങൾ വലിയൊരു പ്രതിസന്ധിയാണ്. അവസാനമായി പുറത്തുവന്ന കവിൻ ചിത്രം മാസ്കിൽ വില്ലൻ വേഷത്തിലാണ് ആൻഡ്രിയ എത്തിയത്. കർണൻ അശോക് സംവിധാനം ചെയ്ത ഈ ഡാർക്ക് കോമഡി സിനിമയിൽ ആൻഡ്രിയയുടെ പ്രകടനം വലിയ കയ്യടിയാണ് നേടിയത്. GV പ്രകാശ് കുമാർ ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഹിറ്റാണ്. സംഗീതത്തിലും ആൻഡ്രിയ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. ഭാഷയല്ല, കഴിവും ഡെഡിക്കേഷനുമാണ് ഒരു കലാകാരന്റെ കരുത്തെന്ന് കയ്യാതു തെളിയിച്ചതുപോലെ ആൻഡ്രിയ തന്റെ അതിജീവനത്തിലൂടെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരാളായി മാറുകയാണ്. പിശാച് 2-വിലും മനുഷ്യയിലും ആൻഡ്രിയയുടെ പവർഫുൾ കഥാപാത്രങ്ങൾ തിയേറ്ററുകളിലെത്താൻ ആര് സഹായിക്കും? ആൻഡ്രിയയുടെ ഈ തുറന്നു പറച്ചിലിൽ അമ്പരന്നിരിക്കുകയാണ് ആരാധകർ. പലരും ആൻഡ്രിയയെ ഒരു നടിയായിട്ടാണ് കാണുന്നത്. എന്നാൽ അവർ സിനിമയിലേക്ക് എത്തിയത് ഒരു ഗായികയായിട്ടാണ്. ഹാരിസ് ജയരാജിന്റെ സംഗീതത്തിൽ വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ പാട്ടുകളിലൂടെയാണ് ആൻഡ്രിയ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്നും തെന്നിന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ള സ്റ്റേജ് പെർഫോമർമാരിൽ ഒരാളാണ് അവർ. ലോകനായകൻ കമലഹാസനൊപ്പം വിശ്വരൂപം, ഉത്തമ വില്ലൻ തുടങ്ങിയ സിനിമകളിൽ ആൻഡ്രിയ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കമലിനെ പോലെയുള്ള ഒരു പ്രതിഭയുടെ സിനിമകളിൽ തുടർച്ചയായി അവസരം ലഭിക്കുക എന്നത് ആൻഡ്രിയയുടെ അഭിനയ മികവിനുള്ള വലിയൊരു അംഗീകാരമാണ്. ആൻഡ്രിയ ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. 1000-ൽ എന്ന ചിത്രത്തിൽ നടി സെൽവ രാഘവന്റെ സിനിമയിൽ തമിഴ് സംസാരിക്കാൻ ബുദ്ധിമുട്ടിയ മറ്റു നടിമാർക്ക് വേണ്ടി ആൻഡ്രിയ ശബ്ദം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇലക്ട്ര എന്ന സിനിമയിൽ നയൻതാരയ്ക്ക് വേണ്ടിയും ആൻഡ്രിയ ശബ്ദം നൽകിയിട്ടുണ്ട്. രാജീവ് രവി സംവിധാനം ചെയ്ത അന്നയും റസൂലും ആൻഡ്രിയയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റാണ്. ഒരു മലയാളി പെൺകുട്ടിയുടെ ശരീരഭാഷയും നോട്ടവും അത്രമേൽ കൃത്യമായി ആൻഡ്രിയ ആ സിനിമയിൽ പകർത്തി. ഫഹദ് ഫാസിലിനൊപ്പമുള്ള ആ കെമിസ്ട്രി ഇന്നും മലയാളികൾക്കിടയിൽ ചർച്ചയാണ്. വെട്രിമാരൻ സംവിധാനം ചെയ്ത വട ചെന്നൈയിലെ ചന്ദ്ര എന്ന കഥാപാത്രം ആൻഡ്രിയയുടെ കരിയറിലെ ഏറ്റവും പവർഫുള്ളായ വേഷമാണ്. ഒരു നാടൻ തമിഴ് സ്ത്രീയായി പ്രതികാരം ഉള്ളിൽ ഒളിപ്പിച്ച ആ കഥാപാത്രം ആൻഡ്രിയ എന്ന നടിയുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിച്ചു. സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചും ലിംഗവിവേചനത്തെക്കുറിച്ചും പരസ്യമായി സംസാരിക്കാൻ ധൈര്യം കാണിച്ച അപൂർവ നടിമാരിൽ ഒരാളാണ് ആൻഡ്രിയ. തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നത് കൊണ്ട് പലപ്പോഴും അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആൻഡ്രിയ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആൻഡ്രിയയ്ക്ക് സ്വന്തമായി ഒരു മ്യൂസിക് ബാൻഡുണ്ട്. ലൈവ് കൺസേർട്ടുകളിലൂടെ അവർ ഇന്നും സംഗീത ലോകത്ത് സജീവമാണ്. ഒരു സിനിമ പരാജയപ്പെട്ടാലും സംഗീതം തന്നെ മുന്നോട്ട് നയിക്കുമെന്ന് ആൻഡ്രിയ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ആൻഡ്രിയ നല്ലൊരു കവയിത്രി കൂടിയാണ്. ഒഴിവ് സമയങ്ങളിൽ കവിതകൾ എഴുതുന്നതും അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നതും അവരുടെ ഹോബിയാണ്. മിഷ്കിൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആൻഡ്രിയ ചെയ്ത വില്ലൻ ടച്ചുള്ള വേഷം ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ടാണ് പിശാച് 2-വിൽ മിഷ്കിൻ ആൻഡ്രിയയെ തന്നെ കേന്ദ്ര കഥാപാത്രമാക്കിയത്. ഈ ചിത്രം റിലീസ് വൈകുന്നത് ആൻഡ്രിയയെ പോലെ തന്നെ മിഷ്കിൻ ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ എന്ന ചിത്രം ആൻഡ്രിയയെ സംബന്ധിച്ച് വെറും ഒരു സിനിമയല്ല. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ശബ്ദമായാണ് ആ സിനിമയിൽ അവർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡ് പ്രശ്നങ്ങളെ മറികടന്ന് ആ സിനിമ പുറത്തു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഗ്ലാമർ വേഷങ്ങൾക്കപ്പുറം അഭിനയത്തിന്റെ കരുത്തും സംഗീതത്തിന്റെ ആത്മാവും കൈമുതലായുള്ള ആൻഡ്രിയ തടസ്സങ്ങളെ അതിജീവിച്ച് വീണ്ടും വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിശാച് 2-വിലെ ഭയവും മനുഷ്യയിലെ പോരാട്ടവും തിയേറ്ററുകളിലെത്തുമ്പോൾ ആൻഡ്രിയ എന്ന നടിയുടെ മറ്റൊരു വിശ്വരൂപം കൂടി നമുക്ക് കാണാൻ കഴിയും.